നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാ അർത്ഥത്തിലും ബ്രസീലിയൻ ആരാധകരുടെ മനം നിറഞ്ഞൊരു മത്സരമാണിത്. അല്ലെങ്കിൽ ഒരു ബ്രസീൽ ഫാൻ പറയട്ടെ, മനം നിറഞ്ഞു. അത് അവസാനം നെയ്മർ വന്നതോടുകൂടി ആയി. പക്ഷെ അത് മാത്രമല്ലെന്നേ, കളിക്കളത്തിൽ ഇന്ന് നമ്മൾ ജോഗോ ബൊണീറ്റോയുടെ മിന്നലാട്ടങ്ങൾ കണ്ടു. ബ്രസീൽ ജോഗോ ബൊണീറ്റോ ഒക്കെ കൈവിട്ട് കളഞ്ഞു, ക്ലിനിക്കൽ ഫുട്ബോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അതങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അവരെ കൊണ്ടാവുമോ? ചില നിമിഷങ്ങളിൽ നമ്മൾ ആ മിന്നലാട്ടങ്ങൾ ഇന്ന് കണ്ടില്ലേ, മതി. അതോടൊപ്പം റിസൾട്ടും കൂടി വന്നാൽ ഹാപ്പി. വിനിയെപ്പോലൊരു താരം ഏറെ പഴികേട്ടവനല്ലേ, ഇതാ അവൻ്റെ റിഡംഷനായിട്ട് ഈ വേൾഡ് കപ്പ് മാറുമ്പോൾ ഹാപ്പിയോടെ ഹാപ്പി. ഓരോ ബ്രസീൽ ഫാനും സന്തോഷാതിരേകത്താൽ നിൽക്കുന്ന ഒരു ദിവസമാണിന്ന്. എന്തെല്ലാം കാരണങ്ങൾ. സ്കോട്ട്ലൻഡ് ഡിഫെൻഡ് ചെയ്ത് ബ്രസീലിനെ പൂട്ടുമെന്ന് കോച്ച് പറഞ്ഞപ്പോൾ ആ പൂട്ടങ്ങ് പൊളിച്ചു കൊടുത്തില്ലേ നമ്മുടെ വിനി എന്നാണ് ഓരോ ആരാധകരും ചോദിക്കുന്നത്. യെസ്, കിടിലൻ പ്രകടനത്തോടെ വിനി പൊളിച്ചടുക്കി. മനോഹരമായ ചില നീക്കങ്ങൾ നമ്മൾ കണ്ടു. ബ്രൂണോ ഗുയിമാരസിൻ്റെ മാന്ത്രിക അസിസ്റ്റ് കണ്ടു. മാത്യസ് കുഞ്ഞ ഗോളടിക്കുമ്പോൾ ബ്രസീലിയൻ ടീമിൻ്റെ ആ ഒരു സുന്ദരമായ ഫുട്ബോളിൻ്റെ ഫലം നമ്മൾ കണ്ടു. കഴിഞ്ഞില്ലെന്നേ, അപ്പുറത്ത് ഹെയ്ത്തി ബ്രസീലിന് അനുകൂലമായിട്ട് മൊറോക്കോക്ക് പണി കൊടുക്കുന്നത് കണ്ടു. ഹെയ്ത്തി ലീഡെടുക്കുന്നു, മൊറോക്കോ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. വീണ്ടും ഹെയ്ത്തി ലീഡെടുക്കുന്നു, മൊറോക്കോ തിരിച്ചു വരുന്നു. മൊറോക്കോ പിന്നീട് 2 ഗോളുകൾ കൂടി അടിച്ചു, ജയിച്ചു. പക്ഷേ ഹെയ്ത്തി ബ്രസീലിന് വേണ്ടി ചെയ്തിരിക്കേണ്ട ഡാമേജ് അവിടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞിരുന്നു. 4-2 എന്ന് പറയുമ്പോൾ അവരുടെ ഗോൾ ഡിഫറൻസിൽ സമഗ്രമായിട്ടുള്ള ഒരു ഡാമേജ് അവിടെ പറ്റി. അതോടുകൂടി ബ്രസീൽ ഇവിടെ ജയിച്ചാൽ 7 പോയിന്റ്, 3 ഗോളിൻ്റെ വിജയം ഇവിടെ നേടുക കൂടി ചെയ്തപ്പോൾ ഗംഭീരമായിട്ട് ആ ഗോൾ ഡിഫറൻസ് അങ്ങ് അനുകൂലമാക്കി മാറ്റിയെടുത്തിട്ട് 1ാം സ്ഥാനവും കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. സോ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്നു. അപ്പുറത്തിന് നെതർലൻഡ്സോ ജപ്പാനോ കാത്തിരിക്കണം. പക്ഷെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പോകുമ്പോൾ ബ്രസീലിൻ്റെ ആ പ്ലാൻ കൃത്യമാവുകയാണ്. ന്യൂജേഴ്സിയിലെ ട്രെയിനിങ് ബേസിൽ നിന്ന് ഒരുപാടൊന്നും ട്രാവൽ ചെയ്യാതെ വരുന്ന മത്സരങ്ങൾ കളിക്കാം. അതാണ് ആഞ്ചലോട്ടിയും സംഘവും വേറെ നോക്കിയത്. ലോജിസ്റ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെ മറികടക്കാം എന്നുള്ളതായിരുന്നു. അതിനവർക്ക് അനുകൂലമായിട്ട് സംഭവിച്ചിരിക്കുന്നു. ഇനി ഇതൊന്നും പോരാ, ആരാധകർ കാത്തിരുന്ന നിമിഷം പോലെ നെയ്മർ ജൂനിയർ 75ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തി. 3 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 92% പാസിംഗ് ആക്യുറസിയിൽ 10ലധികം പാസുകൾ ആ 10-15 മിനിറ്റിനുള്ളിൽ കൊടുത്തു. സോ നെയ്മർ മടങ്ങിയെത്തി. ഇതൊക്കെ തന്നെയാ സന്തോഷം. യെസ്, ബ്രസീലിയൻ ആരാധകരുടെ മനസ്സ് നിറഞ്ഞ രാത്രിയാണ്. മത്സരം വിജയിക്കുന്നു 3-0 മികച്ച മാർജിനിൽ. ഹെയ്ത്തി അവിടെ മൊറോക്കോക്ക് പണി കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്നു. വിനി ജൂനിയർ തുടർച്ചയായ 3ാം മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നു. 2 ഗോളുകൾ അദ്ദേഹം നേടി ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ മെസ്സിക്ക് പിന്നിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഇന്നും പ്രകടനം നടത്തി ബ്രസീലിൻ്റെ നിരയിൽ ബ്രൂണോ ഗുയിമാരസും മാത്യസ് കുഞ്ഞയും ഒക്കെ നല്ല രൂപത്തിൽ ടീമിനെ സഹായിക്കുന്നു. റാഫിഞ്ഞയ്ക്ക് പകരം വന്ന റയാൻ കിടലനായിട്ട് പെർഫോമൻസ് നടത്തുന്നു. അവൻ്റെ ആ ഊർജവും ചെറിയ പ്രായത്തിൻ്റെ പ്രസരിപ്പും ഒക്കെ ബ്രസീൽ ടീമിന് മുന്നേറ്റത്തിൽ ഗുണം ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ യെസ്, നെയ്മർ ജൂനിയർ എന്ന സുൽത്താൻ മടങ്ങിയെത്തുന്നു. യെസ്, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത് പോരാളിയ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.